അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8051 ആണ്. 8051ന്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പം ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് 8051 അല്ലെങ്കിൽ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8051 എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് ചിത്രം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ ചിത്രം ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നോട്ടിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ കുറേ യൂണിറ്റ്സുകളുണ്ട് അല്ലേ? ALU, PSW, BSFR, പിന്നെ പോർട്ടുകൾ, പ്രോഗ്രാം, അതായത് PC എന്ന് പറയുന്നത്, DPTR, ROM, പിന്നെ കുറച്ചല്ലാത്ത ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പിക്ചർ നല്ലവണ്ണം വരച്ച് പഠിക്കുക. അപ്പോൾ പിൻ ഡയഗ്രാം ആണെങ്കിലും പിക്ചർ നല്ലവണ്ണം വരച്ച് പഠിക്കുക, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം ഈ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ എന്തായാലും എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കുക, ചിത്രം മാത്രം വരയ്ക്കാൻ ചോദിക്കില്ല. അപ്പോൾ നോക്കുക, ALU നിങ്ങൾക്ക് കുറച്ച് പരിചയമുള്ളതാണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അപ്പോൾ ALU എന്ന് പറയുന്നത് ഒരു എന്താണ്, ALUവിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് മാത്രമാണ് നടക്കുന്നത്. ALU യൂണിറ്റിൽ അരിത്തമെറ്റിക് ആയുള്ള ലോജിക്കൽ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടൊരു ഓരോ ഓപ്പറേഷനും കൂടിയുണ്ട്. അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻ, ആൻഡ്, ഓർ, നോട്ട്, ഈ ഓപ്പറേഷൻസ് ആണ് ALUവിൽ നടക്കുന്നത്. ദെൻ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം അക്യുമുലേറ്റർ എന്നാണ്. ദെൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B രജിസ്റ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ലാബ് ചെയ്യുന്നതിനെ കാണാം, മൂവ് A, B എന്നോ അല്ലെങ്കിൽ മൂവ് A, എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ആയിരിക്കും. എന്താണോ അഡീഷനാണോ സബ്ട്രാക്ഷൻ എന്താണോ ചെയ്യുന്നെങ്കിലോ അതിൻ്റെ റിസൾട്ട് അതിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ B രജിസ്റ്റർ എന്ന് പറഞ്ഞാലും ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അതിൽ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ചെയ്യില്ല, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ചെയ്യുള്ളൂ B രജിസ്റ്ററിൽ. രണ്ടും 8 ബിറ്റാണ്, അത് മറന്നു പോയത്. ദെൻ ഇവിടേക്ക് എത്തിയാൽ PSW, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ഒരു വിശദമായിട്ട് പഠിക്കാനുണ്ട്. തൽക്കാലം കുറച്ച് കാര്യം പറയാം. ഇതും 8 ബിറ്റ് രജിസ്റ്ററാണ്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ അരിത്തമെറ്റിക് സ്റ്റാറ്റസ് ഓഫ് ALUവും അതേപോലെ ബാങ്ക് സെലക്ട് ബിറ്റ് ഓഫ് രജിസ്റ്റർഡ് ബാങ്ക്സും ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. PSW എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. ഇറ്റ് കണ്ടെയ്ൻസ് അരിത്തമെറ്റിക് സ്റ്റാറ്റസ് ഓഫ് ALU ആൻഡ് ബാങ്ക് സെലക്ട് ബിറ്റ് ഓഫ് രജിസ്റ്റർഡ് ബാങ്ക്സ്. ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ SFR, അതേപോലെ ജനറൽ പർപ്പസ് RAM എന്ന് കാണുന്നുണ്ട്. SFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്ററാണ്. 20 സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സാണ് നമുക്ക് 8051 അതിൽ 11 ബിറ്റ് അഡ്രസ്സബിളും 9 ബൈറ്റ് അഡ്രസ്സബിളാണ്. എന്താണ് ബിറ്റ് അഡ്രസ്സബിൾ, എന്താ ബൈറ്റ് അഡ്രസ്സബിൾ എന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും, ഇനി വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരും. ദെൻ ഇവിടെ നോക്കുക, റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. RAM എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാമിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8051 128 ബൈറ്റ്, 128 ബൈറ്റാണ് റാമിൻ്റെ സൈസ്. പക്ഷേ റാമിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് 256 ബൈറ്റാണ്. അതിൽ 128 ബൈറ്റ് മാത്രമേ 8051 യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരാണോ 8051 യൂസ് ചെയ്യുന്നത് അയാൾ യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള 128 ബൈറ്റ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, RAM എന്ന് പറഞ്ഞ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിൽ 128 ബൈറ്റാണ് ഇതിൻ്റെ സൈസ്. ആക്ച്വൽ സൈസ് 256 പക്ഷെ അതിൽ 128 മാത്രമേ യൂസർ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 128 സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാം ROM, റീഡ് ഓൺലി മെമ്മറി. ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 KB ആണ്. പക്ഷേ ലാർജർ ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഈ 4 KB ഉള്ളത് 64 KB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 4 KB ആണ് എക്സ്റ്റെൻഡഡ് അപ് ടു 64 KB, 64 KB വരെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ലാർജർ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ. ഇനി ഇവിടെ 2 വാക്ക് പറഞ്ഞു, വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ. എന്താണ് വോളറ്റൈൽ, എന്താണ് നോൺ വോളറ്റൈൽ? നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാലും ഡാറ്റാസ് പോവാത്ത മെമ്മറീനെ നോൺ വോളറ്റൈൽ എന്ന് പറയും. പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റാസ് പോകുന്ന മെമ്മറീസിനെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. RAM ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, ROM എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇനി ഇടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ കാണാം പ്രോഗ്രാം കൗണ്ടർ.
ഇത് PC എന്നാണ് ഷോർട്ട്. ഇതിൻ്റെ ഫുൾ നെയിം പ്രോഗ്രാം കൗണ്ടറാണ്. ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഇത് 16 ബിറ്റ് രജിസ്റ്ററാണ്. 16 ബിറ്റ്. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ 8 ബിറ്റ് ആയിരുന്നു പഠിച്ച്, എവിടേക്ക് എത്തുമ്പോൾ 16 ബിറ്റ് രജിസ്റ്ററാണ്. ഈ പ്രോഗ്രാം കൗണ്ടറിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ, ഇപ്പോൾ ഒരു കറൻ്റ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടി വരില്ലേ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന സമയത്ത്, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. അടുത്തതായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് 16 ബിറ്റ് രജിസ്റ്ററാണ്. ദെൻ ഇവിടെ എത്തിയ കാണാം DPTR, ഡാറ്റ പോയിന്റർ. ഇപ്പം നിങ്ങൾ ലാബിൻ്റെ ആ കോഡ് എഴുതുന്ന സമയത്ത് കാണാം DPTR,4500 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതും 16 ബിറ്റ് രജിസ്റ്ററാണ്. അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ്, അതേപോലെ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റേൻ്റെ അഡ്രസ്സ്, ഔട്ട്പുട്ട് കൊടുക്കുന്ന ഡാറ്റേൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് DPTR യൂസ് ചെയ്യുന്നത്. അതിൽ DPH ഉം DPL എന്ന് പറഞ്ഞാൽ ഹയർ 8 ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് DPH-ലും ലോവർ 8 ബിറ്റ് യൂസ് ചെയ്യുന്നത് DPL. അതാണ് ഹയർ ആണ് H, ലോവർ ആണ് DPL. അപ്പോൾ 2 പാർട്ടായിട്ട് 8 അങ്ങനെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. അപ്പോൾ നമ്മൾ മുന്നേ പിൻ ഡയഗ്രാം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ പറയാം. പോർട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലക്സിങ് ലോവർ ഓർഡർ അഡ്രസ് ഡാറ്റ ബസ് സിഗ്നൽസ്. ഇത് എന്താണ്, ബൈഡയറക്ഷണൽ, എല്ലാ പോർട്ടുകളും ബൈഡയറക്ഷൻ IO പോർട്ടാണ്. പോർട്ട് 0 എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സിങ് ലോവർ ഓർഡർ അഡ്രസ് ഡാറ്റ ബസ് സിഗ്നൽസ്. ദെൻ പോർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈഡയറക്ഷണൽ IO പോർട്ടാണ്. അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് മാത്രമേ ചെയ്യുള്ളൂ. ദെൻ പോർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡയറക്ഷൻ IO പോർട്ടാണ്. അത് മൾട്ടിപ്ലക്സിങ് ഹയർ ഓർഡർ അഡ്രസ് ബസ് സിഗ്നൽസ്. ഇതിൽ ഡാറ്റ ഇല്ല, അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ദെൻ പോർട്ട് 3 എന്ന് പറയുന്നത് ബൈഡയറക്ഷൻ IO പോർട്ടാണ്. പക്ഷെ പോർട്ട് 3ൽ ഓരോ പിന്നും 8 പിന്നുണ്ട്. ആ ഓരോ പിന്നിനും സ്പെഷ്യൽ ആയുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ മുന്നേ പിൻ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ പിന്നുകൾ പിൻ ഡയഗ്രത്തിൽ പഠിച്ച EA, ALE, PSN, XTAL1, XTAL2, റീസെറ്റ്, VCC, ഗ്രൗണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പിൻ ഡയഗ്രത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ അവിടെ എഴുതിയാൽ മതി. ദെൻ ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം SFR ആൻഡ് ജനറൽ പർപ്പസ് RAM. SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. ഇതാ ഇവിടെ IE, IP, PCON എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. പക്ഷേ ഈ SFR നമുക്ക് ഓരോ എന്താണ് മൊഡ്യൂളായിട്ട് പഠിക്കേണ്ട, SCON, TCON എന്നൊക്കെ പറഞ്ഞ് പഠിക്കേണ്ട. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. ഇത് SFR രജിസ്റ്ററാണ്. ഇതിൽ ജനറൽ പർപ്പസ് ഏരിയ, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എന്നുണ്ട്. ദെൻ RB3, RB2, RB1, RB0. ഇപ്പം 4 കാണുന്നുണ്ട് അല്ലേ. ഇത് രജിസ്റ്റർ ബാങ്കാണ്. രജിസ്റ്റർ ബാങ്ക് എന്നുള്ള രജിസ്റ്റർ ബാങ്ക്സ് ആണ്. RB0, RB1, RB2, RB3. ഈ ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 ബിറ്റ് രജിസ്റ്റർ ഉണ്ടാവും. 8 ബിറ്റ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് R0 to R7 വരെ. R0, R1. അപ്പം നിങ്ങൾ ലാബിൽ ഇത് കോഡ് എഴുതുന്ന സമയത്ത് R0, R1 എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റർ ബാങ്കിലാണ് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇനി രജിസ്റ്റർ ബാങ്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഇന്ന രജിസ്റ്റർ ബാങ്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എപ്പോഴും RB0 സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ വരുന്നത്. അപ്പം നിങ്ങളിത് ആദ്യം തന്നെ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് ഓരോ പാട്ടും എന്താണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഫുൾ മാർക്ക്, ഇത് പിക്ചർ വരച്ച് ഓരോ പാട്ടും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു.